നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെയും നിയമലംഘനങ്ങളുടെയും നീതി നിഷേധങ്ങളുടെയും സത്യാവസ്ഥകൾ തേടിക്കൊണ്ട് പോലീസ് ഫയൽസ് ആരംഭിക്കുന്നു. ആലുവയിൽ 5 ലക്ഷം രൂപയുടെ പുകയില ലഹരി വസ്തുക്കൾ പിടികൂടി. 2 അന്യസംസ്ഥാനക്കാർ അറസ്റ്റ്. കൊല്ലത്ത് വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ലക്ഷങ്ങളുടെ മോഷണം. കുഡ്ലു ബാങ്ക് കവർച്ച, 7.5 കിലോ സ്വർണം കണ്ടെടുത്തു. പിഞ്ചു കുഞ്ഞിന്റെ കൊലപാതകം, മാതാപിതാക്കൾ അറസ്റ്റിൽ. ദുരൂഹ സാഹചര്യത്തിൽ സ്ത്രീയുടെ അസ്ഥികൂടം കണ്ടെത്തി. പോലീസ് ഫയൽസിലേക്ക് വിശദമായി. ആലുവയിൽ 5 ലക്ഷം രൂപയുടെ പുകയില ലഹരി വസ്തുക്കൾ പിടികൂടി. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് 100 കിലോഗ്രാം പുകയില ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 അന്യസംസ്ഥാനക്കാരെ അറസ്റ്റ് ചെയ്തു. നിരോധിക്കപ്പെട്ട 5 ലക്ഷത്തോളം രൂപ വില വരുന്ന 100 കിലോ പുകയില ലഹരി വസ്തുക്കളുമായി 2 അന്യസംസ്ഥാനക്കാർ ആലുവയിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സൈസ് വകുപ്പിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത്. എറണാകുളം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AS രഞ്ജിത്തിന് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത്. ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ കടത്താൻ ശ്രമിച്ച ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. ബീഹാർ സ്വദേശിയായ തബനീഷ്, ബാംഗ്ലൂർ സ്വദേശിയായ സാക്കിബ് അക്തർ എന്നിവരെയാണ് പിടികൂടിയത്. കൊല്ലം അയത്തിലിൽ ഈദിസ് സാവോ ടെക്സ്റ്റൈൽസിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രശേഖരം മോഷ്ടിച്ചു. കെട്ടിടത്തിന്റെ ഗ്ലാസ് തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. ഇവിടുത്തെ CCTVയിൽ നിന്നും മോഷ്ടാക്കളുടെ ദൃശ്യം ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. കൊല്ലം കണ്ണനല്ലൂർ റോഡിൽ അയത്തിൽ 2-ാം നമ്പർ ജംഗ്ഷനടുത്ത് പ്രവർത്തിച്ചു വരുന്ന ഈദിസ് സാവോ മെൻസ് ബ്യൂട്ടിയിലാണ് വൻ കവർച്ച നടന്നത്. സ്ഥാപനത്തിന്റെ 2-ാം നിലയിലെ പുതിയ ഷോറൂമിന്റെ കനം കൂടിയ ഗ്ലാസും പൂട്ടും തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. ഉദ്ദേശം 2 ലക്ഷത്തോളം രൂപയുടെ പാൻസ്, ടീഷർട്ട്, മുണ്ടുകൾ എന്നിവ മോഷ്ടിച്ചവയിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് സ്ഥാപന ഉടമ അഷറഫ് പറഞ്ഞു. രാവിലെ 9 മണിക്ക് കട തുറക്കാൻ വന്നപ്പോഴാണ് മോഷണവിവരം അറിയുന്നത്. മുകളിലത്തെ ഗ്ലാസ് പൊട്ടിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നത്. ഷർട്ട്, പാൻറ്, മുണ്ട് ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ മോഷണം പോയിരിക്കുന്നു. ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. വിലപിടിപ്പുള്ള റെഡിമെയ്ഡുകളാണ് മോഷണം പോയതിൽ ഏറെയുമുള്ളത്. 2-ാം നിലയിൽ പാകിയിരുന്ന ടൈൽസുകളും തകർത്ത നിലയിൽ കണ്ടെത്തി. ഷൂസുകൾ കടയിലുണ്ടായിരുന്നെങ്കിലും മോഷണം പോയിട്ടില്ല. പുലർച്ചെയാകാം മോഷണം നടന്നതെന്നും കരുതുന്നു. സ്ഥാപനത്തിന്റെ താഴത്തെ നിലയിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറയിൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളതായും വിവരമുണ്ട്. 2 മാസം മുമ്പാണ് പുതിയ ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. കിളികല്ലൂർ പോലീസും വിരലടയാള വിദഗ്ധരും എത്തി തെളിവെടുത്തു. 3 മാസം മുമ്പ് സമീപത്തെ മറ്റൊരു തുണിക്കടയിലും സമാനമായ കവർച്ച നടന്നിരുന്നു. വീടാന്തരം കയറി തുണി വിൽപ്പന നടത്തുന്നവരെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിവരുന്നത്. കുഡ്ലു സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും കവർച്ച ചെയ്ത 17 കിലോ സ്വർണത്തിൽ 7.5 കിലോ സ്വർണം കൂടി പോലീസ് കണ്ടെടുത്തു. കവർച്ചയുമായി ബന്ധപ്പെട്ട് ഏരിയൽ സ്വദേശി മുജീബ്, ഫോർട്ട് കൊച്ചി സ്വദേശി ജോമോൻ ഫെലിക്സ് എന്നിവർ പിടിയിലായി. അറസ്റ്റിലായ ഏരിയൽ ചൌക്കിയിലെ മുജീബ്, ഫോർട്ട് കൊച്ചി സ്വദേശി ജോമോൻ ഫെലിക്സ് എന്നിവരിൽ നിന്ന് 7.5 കിലോ സ്വർണം കണ്ടെടുത്തതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. മൊത്തം 17 കിലോ സ്വർണവും 12 ലക്ഷത്തോളം രൂപയുമാണ് കുഡ്ലു സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ചത്. ഇതിൽ 7.5 കിലോ സ്വർണം നേരത്തെ അറസ്റ്റിലായ കവർച്ചയുടെ സൂത്രധാരൻ ബന്ദിയോട്ടെ മുഹമ്മദ് ഷെരീഫിന്റെ വീട്ടുപറമ്പിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. 7.5 കിലോ സ്വർണം കൂടി കണ്ടെടുത്തതോടെ അന്വേഷണ സംഘത്തിന് 15 കിലോ സ്വർണം കണ്ടെത്താൻ സാധിച്ചു. കർണാടക വിരാജ്പേട്ടിൽ ഒരു വീട്, ഒരു ആഡംബര വീടിൽ ഈ ആൾക്കാർ താമസിക്കുകയായിരുന്നു. ജോമോനും പിന്നെ ഇയാൾ. പക്ഷെ ജോമോൻ കുറച്ച് നാളായിട്ട് ഇന്നലെ അവിടെ ഇയാൾ മാത്രമേ ഉണ്ടായിരുന്നു. മുജീബ് നിന്നും ഇന്നലെ ആ സ്ഥലം വെച്ചിട്ട് 7.666 grams of gold, 7 കിലോ 666 grams of gold വിരാജ്പേട്ടിൽ നിന്നും ഞങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചു. 2 കിലോ സ്വർണം കോയമ്പത്തൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ
പണയം വച്ചതായി പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇവ വീണ്ടെടുക്കാൻ അന്വേഷണ സംഘം കോയമ്പത്തൂരിലേക്ക് പോയി. മുഖ്യ സൂത്രധാരൻ ഷെരീഫ് ഉൾപ്പെടെ 6 പേരെ നേരത്തെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. കവർച്ചാ കേസിൽ ഇനി ഒരാൾ പിടിയിലാകാനുണ്ട്. മുജീബിനെ കർണാടക വീരാജ്പേട്ടയിൽ വെച്ചും ജോമോൻ ഫെലിക്സിനെ കോയമ്പത്തൂരിൽ നിന്നുമാണ് പിടികൂടിയത്. പ്രതികൾ കവർച്ചയ്ക്ക് ശേഷം ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു. കൊല്ലം അഴീക്കലിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി കടലിൽ തള്ളിയ കേസിൽ പ്രതികളായ മാതാപിതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് സ്വദേശികളായ സുഭാഷ് ദേവ്, ഭാര്യ പ്രതിഭ എന്നിവരാണ് അറസ്റ്റിലായത്. പെൺകുഞ്ഞിനോടുള്ള ഇഷ്ടക്കുറവാണ് കൊലപാതകത്തിന് കാരണം. അഴുകിയ നിലയിലാണ് പെൺകുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞിന്റെ തലയിൽ രക്തസ്രാവം ഉണ്ടായതായും വാരിയെല്ല്, കാൽ, കൈ എന്നീ ഭാഗങ്ങളിൽ ഒടിവുള്ളതായും കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകം തന്നെയാണെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിലടക്കം ഇതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കാണാതായിട്ടുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര വികസനത്തിന് അനന്ത സാധ്യതകൾ തേടുന്ന പ്രദേശം കൂടിയാണ് അഴീക്കൽ. കരുനാഗപ്പള്ളി CI KR വിദ്യാധരന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. സ്ത്രീയുടേതെന്ന് കരുതുന്ന അസ്ഥികൂട അവശിഷ്ടങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലം അഷ്ടമുടിക്കായൽ കരയിലെ ഒഴിഞ്ഞ കെട്ടിടത്തിന്റെ കക്കൂസ് ടാങ്കിൽ നിന്ന് കണ്ടെടുത്തു. കൊല്ലം അഞ്ചാലുംമൂട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് സംഭവം. കുപ്പണ പോങ്ങുംതാഴം അഷ്ടമുടിക്കായലോരത്തുള്ള ആളൊഴിഞ്ഞ പുരയിടത്തിലെ ആൾപ്പാർപ്പില്ലാത്ത കെട്ടിടത്തോട് ചേർന്നുള്ള മേൽമൂടിയില്ലാത്ത കക്കൂസ് ടാങ്കിലാണ് അസ്ഥികൂടാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അഞ്ചാലുംമൂട് പോലീസിന് ലഭിച്ച ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം ഉത്രാടനാളിൽ വെട്ടുവിളയിൽ നിന്ന് കാണാതായ 52 വയസ്സുള്ള ശ്രീദേവിയുടെ ജഡാവശിഷ്ടങ്ങളാണ് കക്കൂസ് ടാങ്കിൽ നിന്ന് കണ്ടെടുത്തതെന്ന് സംശയിക്കുന്നു. ഇവരെ കാണാതായ വിവരം അഞ്ചാലുംമൂട് പോലീസ് പോസ്റ്റർ പ്രചരണം നടത്തി അറിയിച്ചിരുന്നതാണ്. ഒപ്പം സമീപവാസിയായ മറ്റൊരാളെയും അന്ന് കാണാതായിരുന്നു. എന്നാൽ DNA ടെസ്റ്റ് നടത്തി അസ്ഥികൂടാവശിഷ്ടം ആരുടേതെന്ന് കണ്ടെത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെസ്റ്റ് CI സുരേഷ് പറഞ്ഞു. ഒരു യുവതിയെ കൊലപ്പെടുത്തി സെപ്റ്റി ടാങ്ക് തള്ളിയിരിക്കുന്നതായി ഒരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട RDO അവർകളെ വിവരം അറിയിച്ച് പോലീസ് സർജൻ്റെയും മറ്റ് സാന്നിധ്യത്തിൽ ഇന്ന് നമ്മൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി സെപ്റ്റി ടാങ്കിൽ നിന്നും ഈ റെമനൻസുകൾ, സ്കെലട്ടൺ റെമനൻസുകൾ കളക്ട് ചെയ്ത് പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി പോലീസ് സർജന് നൽകിയിട്ടുള്ളതാണ്. ഇതിന് നമ്മുടെ അന്വേഷണത്തിൽ 1 വർഷം മുമ്പ് ഒരു 52 വയസ്സുള്ള ഒരു സ്ത്രീ ഇവിടുന്ന് മിസ്സിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ അയാളുടേതാണെന്നൊരു ചെറിയൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേസന്വേഷണം മുന്നോട്ട് പോകുന്നത്. കരുവാളിച്ച നിലയിലാണ് അസ്ഥികൂടം കണ്ടെടുത്തത്. അതുകൊണ്ട് തന്നെ മൃതദേഹം തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചതാണോ എന്നും സംശയിക്കുന്നു. അതേസമയം കക്കൂസ് ടാങ്കിൽ നിന്നും കണ്ടെടുത്ത അടിവസ്ത്രങ്ങൾക്കും മാലയ്ക്കും അധികം കേടുപാടുകളില്ല. ധരിച്ചിരുന്ന മാല മുക്കുമണ്ഡമാണ്, അതും പകുതി കരിഞ്ഞ നിലയിലാണ്. പോലീസ് അന്വേഷണത്തെ വഴിമുട്ടിക്കാൻ ശ്രമം നടന്നതായും ഇത് സൂചന നൽകുന്നു. ഇതൊരു കൊലപാതകമാകാമെന്നാണ് പോലീസ് നിഗമനം. ആന്റണി എന്നയാൾ വാങ്ങിയ തെങ്ങിൻ പുരയിടം കുറ്റിക്കാടുകൾ കയറിയ നിലയിലാണ്. പുരയിടത്തിലെ ഏക കെട്ടിടം കഴിഞ്ഞ കുറേ നാളുകളായി സാമൂഹ്യ വിരുദ്ധരുടെ പിടിയിലായിരുന്നു. കക്കൂസ് ടാങ്കിലെ ജലത്തിന്റെ സാമ്പിളും പരിശോധനയ്ക്കെടുത്തിട്ടുണ്ട്. ഫോറൻസിക് ഓഫീസർ രഞ്ജു രവീന്ദ്രന്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധർ തെളിവെടുത്തു. RDOയുടെ മേൽനോട്ടത്തിലായിരുന്നു മഹസർ തയ്യാറാക്കിയത്. പോലീസ് ഫയൽസിൽ ഇനിയൊരു ഇടവേളയ്ക്കു ശേഷം കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. പാൻ മസാല ശേഖരം പിടികൂടി. പോലീസ് ഫയൽസിലേക്ക് വീണ്ടും. നാടകവണ്ടിയുമായി കറങ്ങി നടന്ന വിവിധ ജില്ലകളിൽ മോഷണ പരമ്പര നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവിനെ തിരുവനന്തപുരം റൂറൽ SP-യും സംഘവും പിടികൂടി. മംഗലാപുരം സ്വദേശി രമേശനും ഇയാളുടെ ഡ്രൈവർ മുരുകനുമാണ് പിടിയിലായത്. മോഷണത്തിലൂടെ ഇയാൾ 10 കോടിയുടെ ആസ്തി സമ്പാദിച്ചെന്ന് പോലീസ് പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ 100-ലധികം വീടുകളിൽ രമേശൻ മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വേദവ്യാസ എന്ന പഴയ നാടക സംഘത്തിന്റെ നാമധേയത്തിലുള്ള ടെമ്പോ ട്രാവലറിൽ കറങ്ങി നടന്നായിരുന്നു മോഷണ പരമ്പര നടത്തിയിരുന്നത്. റൂറൽ SP ഷഹീൻ അഹമ്മദ്, നെടുമങ്ങാട് DYSP സെയ്ഫുദ്ദീൻ, കാട്ടാക്കട CI മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഷാഡോ പോലീസാണ് ഇയാളെ പിടികൂടിയത്.
ഇയാൾ ഒരു നാടക വണ്ടി, ഒരു ടെമ്പോ, ഒരു നാടക വണ്ടിയിൽ പോയിട്ട് വണ്ടി വളരെയധികം ദൂരെ, ഏകദേശം 1-2 കിലോമീറ്റർ 3 കിലോമീറ്ററിനൊക്കെ റേഡിയസിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇയാൾക്കൊരു ഡ്രൈവറുണ്ട്. പോയി ഇയാൾ വീട്ടിനകത്ത് കയറി സ്വർണ്ണമാണ് മോഷ്ടിക്കുക. ആൾക്കാർ കിടന്നുറങ്ങുകയാണെങ്കിൽ അവരുടെ കഴുത്തിൽ നിന്ന് വല്ലതും പതുക്കെ അത് കട്ട് ചെയ്തെടുക്കും. 500 പവനിലധികം സ്വർണം രമേശൻ മോഷ്ടിച്ചിട്ടുണ്ട്. മോഷണത്തിലൂടെ 10 കോടി രൂപയുടെ ആസ്തിയും ഇയാൾ സമ്പാദിച്ചു. KSFEയിൽ 3 കോടി രൂപയുടെ ചിട്ടിയും ആരംഭിച്ചു. മാസം 5 ലക്ഷം രൂപയാണ് ഇതിലേക്ക് ഇയാൾ നൽകി വന്നിരുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഇയാൾ മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും കണ്ടെത്താനാകുമെന്നും പോലീസ് അറിയിച്ചു. കൊല്ലത്ത് 1.5 ലക്ഷം രൂപയുടെ പാൻ മസാല ശേഖരം എക്സൈസ് സംഘം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലം പുളിയത്തുമുക്ക് സ്വദേശി ശിവപ്രസാദിനെ കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ സ്റ്റേഷനറി കടയോട് ചേർന്നുള്ള വീട്ടിലാണ് 2400 പാക്കറ്റ് പാൻ മസാല ഒളിപ്പിച്ചിരുന്നത്. പുളിയത്തുമുക്കിൽ സ്റ്റേഷനറി കച്ചവടം നടത്തിവരുന്ന 56 വയസ്സുള്ള ശിവപ്രസാദിന്റെ കടയ്ക്ക് സമീപത്തുള്ള വീട്ടിനുള്ളിൽ രഹസ്യമായി ഒളിപ്പിച്ചിരുന്ന 2400 പാക്കറ്റ് പാൻ മസാല ശേഖരമാണ് എക്സൈസ് CI ജെ താജുദ്ദീൻ കുട്ടിയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി കരുതി വച്ചിരുന്നതാണ് പാൻ മസാല ശേഖരമെന്ന് എക്സൈസ് CI ജെ താജുദ്ദീൻ കുട്ടി പറഞ്ഞു. കൊല്ലം എക്സൈസ് സർക്കിൾ ടീം കഴിഞ്ഞ ദിവസം നടത്തിയ മിന്നൽ പരിശോധനയിൽ അയത്തിൽ പുളിയത്തുമുക്കിന് സമീപത്ത് നിന്നും ശിവപ്രസാദ് എന്ന പേരുകാരനായ വ്യക്തിയുടെ സ്റ്റേഷനറി കടയോട് ചേർന്ന വീട്ടിൽ രഹസ്യമായി സൂക്ഷിച്ച 2400 പാക്കറ്റ് പാൻ മസാല പിടിച്ചെടുത്തു. കൊല്ലം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ VR അനിൽകുമാർ സാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. കൊല്ലം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ VR അനിൽകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ബെനാൻസൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മനീഷ്യസ്, അനീഷ് കുമാർ, സുനിൽകുമാർ, വിധുകുമാർ എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. മുഖത്തല സെന്റ് ജൂഡ് സ്കൂളിനടുത്ത് സിഗരറ്റ് വിൽപ്പന നടത്തിയ 56 വയസ്സുള്ള ഐസക്കിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. 830 സിഗരറ്റ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. കരിക്കോട് TKM സ്കൂളിനടുത്ത് പാൻ മസാല, പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവ ശേഖരിച്ചു വെച്ച കുറ്റത്തിന് ബീഹാർ സ്വദേശികളായ മുഹമ്മദ് ബഷീർ, സാനിൽ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്നും 200 പാക്കറ്റ് പാൻ മസാല ഉൽപ്പന്നങ്ങളും 170 പാക്കറ്റ് ബീഡിയും കണ്ടെടുത്തു. മദ്യപിച്ചെത്തിയ 4 സംഘം കൊല്ലം പള്ളിമുക്കിലെ ഹോട്ടൽ തല്ലി തകർത്തു. അക്രമികളിൽ 2 പേരെ നാട്ടുകാർ പിടികൂടി ഇരവിപുരം പോലീസിൽ ഏൽപ്പിച്ചു. ആക്രമണത്തിൽ 1 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായി. കൊല്ലം പള്ളിമുക്കിലെ ഹോട്ടൽ കുഴിക്കടയിലാണ് ആക്രമണം നടന്നത്. മദ്യപിച്ചെത്തിയ 4 സംഘം യാതൊരു പ്രകോപനവും കൂടാതെ ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് വിവരം. ഭക്ഷണം കഴിച്ചിരുന്ന ചിലരുമായി അകാരണമായി വാക്കുതർക്കത്തിലേർപ്പെടുകയും തുടർന്ന് ആക്രമണം നടത്തുകയുമായിരുന്നു. ഹോട്ടലിലെ മേശകളും കസേരകളും പ്ലേറ്റുകളും സംഘം തല്ലി തകർത്തു. ഭക്ഷണങ്ങൾ നിലത്ത് വലിച്ചെറിഞ്ഞു. ഭക്ഷണം കഴിക്കാനെത്തിയ മറ്റുള്ളവരെ വിരട്ടിയോടിച്ചു. 1 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം വരുത്തിയതായി കടയുടമ ഹാഷിർ പറഞ്ഞു. കുടിച്ചുകൊണ്ടിരുന്നവരുമായിട്ട് എന്തോ സംസാരിച്ച് പ്രശ്നമായി അവർ തമ്മിൽ സംസാരിക്കുന്ന കണ്ട് പിന്നെ കാണുന്നത് ഇവിടെയുള്ള സാധനങ്ങൾ നശിപ്പിക്കുക, ലൈറ്റുകളൊക്കെ അടിച്ച് പൊട്ടിച്ച് കസേരയൊക്കെ എടുത്തടിച്ച് ഈ സമയത്ത് കാപ്പി കുടിക്കാതിരുന്ന ആളുകളെല്ലാം ഇറങ്ങി ഓടി. അപ്പോൾ 2 പേരെ നമ്മളിവിടെയൊക്കെ ആളുകൾ തടഞ്ഞു വെച്ച് പോലീസ് വന്നപ്പം പോലീസിന് കൊടുത്തിട്ടുണ്ട്. കച്ചവടത്തിന് വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങളെ കിടക്കുന്നതൊക്കെ നഷ്ടം 1 ലക്ഷം രൂപ നഷ്ടം വരാം. രക്ഷപ്പെടാൻ ശ്രമിച്ച അക്രമി സംഘത്തിലെ 2 പേരെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. കടയുടമയുടെ പരാതിയിൽ ഇരവിപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പോലീസിന് മണൽ മാഫിയയുടെ ആക്രമണം. കഞ്ചാവ് വിൽപ്പന 2 അംഗ സംഘം പിടിയിൽ. കാണാം ഇടവേളയ്ക്ക് ശേഷം. പോലീസ് ഫയൽസിലേക്ക് വീണ്ടും. വടകര തിരുവള്ളൂർ പെരിഞ്ചേരിക്കടവിൽ മണൽക്കടത്ത് പിടികൂടാൻ പോയ പോലീസിനു നേരെ മണൽ മാഫിയയുടെ ആക്രമണ ശ്രമം. വടകര ഡിവൈഎസ്പിയുടെ ഷാഡോ പോലീസിനു നേരെയാണ് അനധികൃത മണൽക്കടത്തുകാർ ടിപ്പർ ലോറി ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമം നടത്തിയത്. വടകര തിരുവള്ളൂർ പെരിഞ്ചേരിക്കടവിൽ മണൽക്കടത്ത് പിടികൂടാൻ പോയ പോലീസിന് നേരെ മണൽ മാഫിയയുടെ ആക്രമണ ശ്രമം. വടകര ഡിവൈഎസ്പിയുടെ ഷാഡോ പോലീസിന് നേരെയാണ് ബുധനാഴ്ച രാത്രി അനധികൃത മണൽക്കടത്തുകാർ ടിപ്പർ ലോറി ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമം നടത്തിയത്. മണൽ കടത്തുന്നതിനിടെ പോലീസിനെ കണ്ട മണൽ മാഫിയ ടിപ്പർ ലോറി റോഡിലെ കയറ്റത്തിൽ നിന്ന് പോലീസുകാർക്ക് നേരെ പിന്നോട്ട് തിരിച്ചുവിട്ടു.
റിവേഴ്സ് ഗിയറിൽ വന്ന ലോറിയിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങി ഓടിയിരുന്നു. ബൈക്കിലായിരുന്ന പോലീസുകാർ ഒരു ഭാഗത്തേക്ക് മാറിയതിനാലാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ടിപ്പർ ലോറി റോഡിൽ നിന്നും താഴേക്ക് പതിച്ചു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ടിപ്പർ ഉയർത്തി. ലോറിയും മണലും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കലാലയങ്ങളിൽ കഞ്ചാവ് വിൽപ്പന നടത്തി വന്ന 2 അംഗ സംഘത്തെ കൊല്ലം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്ന് 190 ഗ്രാം കഞ്ചാവും വിതരണത്തിനുപയോഗിച്ച കാറും പിടികൂടി. കൊല്ലം സ്വദേശികളായ രഞ്ജിത് കുമാർ, വിഷ്ണുകുമാർ എന്നിവരാണ് പിടിയിലായത്. കൊല്ലം ഉളിയക്കോവിൽ സ്വദേശി 27 വയസ്സുള്ള രഞ്ജിത് കുമാർ, കിളികല്ലൂർ സ്വദേശി 27 വയസ്സുള്ള വിഷ്ണുകുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ പോലീസ് നിരീക്ഷണത്തിനിടെ ഇരവിപുരത്തെ 3 വിദ്യാർത്ഥികളെ മയങ്ങിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇവരെ ഉപയോഗിച്ച് കഞ്ചാവ് വിതരണക്കാരെ ഫോണിൽ വിളിപ്പിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറിയ പൊതികളാക്കി 100 രൂപ മുതൽ 600 രൂപ വരെയാണ് പ്രതികൾ ഈടാക്കി വന്നിരുന്നത്. കഞ്ചാവ് വിൽപ്പനക്കാരുടെ ഇടനിലക്കാരായ പ്രതികൾ കഞ്ചാവ് കാരിയർമാരായും പിന്നീട് ചെറുകിട കഞ്ചാവ് കച്ചവടക്കാരായും മാറുകയായിരുന്നു. പ്രതികൾക്ക് കഞ്ചാവ് എത്തിച്ചു വന്നിരുന്ന ആളെക്കുറിച്ചും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 110 ഗ്രാം കഞ്ചാവുമായി ഓയൂർ സ്വദേശി ജിജിമോൻ, ഇളവൂർ സ്വദേശി രഞ്ജിത്ത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വടകര വള്ളിക്കാട് ലീഗ് ഓഫീസ് കത്തിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ പോലീസ് പിടിയിലായി. നാദാപുരം അനീഷ്, വിലാഡ്പുരം സ്വദേശി ദിനിഷ് എന്നിവരാണ് പിടിയിലായത്. നാദാപുരം അനീഷ്, വിരാട്പുരം സ്വദേശി ദിനിഷ് എന്നിവരാണ് പിടിയിലായത്. CPM പ്രവർത്തകൻ ഷിബിന്റെ വിലാപയാത്ര കടന്നു പോകുന്നതിനിടെ കഴിഞ്ഞ ജനുവരിയിൽ ലീഗ് ഓഫീസ് കത്തിച്ചു എന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. നാദാപുരത്ത് അരങ്ങേറിയ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ടും ഇവർക്കെതിരെ കേസുണ്ട്. കൂടാതെ രാഷ്ട്രീയ കേസിലെ പ്രതികൾ കൂടിയാണ് ഇവർ. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു സംഭവം. നേരത്തെ പിടിയിലായ പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥ പ്രതികളെ പിടികൂടിയത്. വടകര SI ഹാരിഷിന്റെ നേതൃത്വത്തിലാണ് ഇവരെ പിടികൂടിയത്. അക്രമങ്ങൾക്കും അനീതികൾക്കുമെതിരെയുള്ള നിലയ്ക്കാത്ത ശബ്ദമായ പോലീസ് ഫയൽസിന്റെ ഈ ആഴ്ചയിലെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞങ്ങൾ കാണാതെ പോയ കാഴ്ചകൾ അറിയിച്ച് പ്രേക്ഷകർക്കും പോലീസ് ഫയൽസിന്റെ യാത്രയിൽ പങ്കുചേരാം. ബന്ധപ്പെടേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, പോലീസ് ഫയൽസ്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചി 25. ഇമെയിൽ policefiles@jeevan.tv. ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളും സത്യത്തിന്റെ സമഗ്രതയുമായി പോലീസ് ഫയൽസ് ഇനി അടുത്ത വ്യാഴാഴ്ച രാത്രി 10:30. നമസ്കാരം.